ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. നമ്മൾ ഇന്ന് മുതൽ CPOന്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് പേര് പറഞ്ഞുകൊണ്ടാട്ടോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ക്ലാസ് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ബാക്കി ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന IPC സെക്ഷൻസ് ആണ് കേട്ടോ. അപ്പം IPC സെക്ഷനകത്തുള്ള 80s വെച്ചിട്ടുള്ള IPC സെക്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഓർത്തിരിക്കുക എന്നുള്ള കോഡ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് IPC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യൻ പീനൽ കോഡാണ്. അധ്യായങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 23 അധ്യായങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനകത്ത് സെക്ഷനുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 511 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സെക്ഷൻ്റെ എസ്സും 5 പോലെ തന്നെയല്ലേ. അപ്പോൾ സെക്ഷനുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 511, അധ്യായങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 23 എന്നുള്ളത് ഓർക്കുക. പിന്നെ PSCക്ക് നമുക്ക് പഠിക്കാനുള്ള ഒരു 95 സെക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെക്ഷൻ 81 എന്താണെന്നുള്ളത് നോക്കാം. അതായത് മറ്റൊരു വലിയ ഹാനി തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റം ചെയ്യുന്ന സാഹചര്യത്തിൽ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പോൾ ഒരു ലോറിക്കാരൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ ലോറിയുടെ ബ്രേക്ക് പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ബസ് ഉണ്ട്, അതിൽ നിറച്ച ആൾക്കാരുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ബ്രേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ ലോറിക്കാരൻ എന്തായിരിക്കും ചെയ്യുക? പെട്ടിക്കടയിൽ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബസ്സിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും അത് ഹാനി വരുത്തും. അപ്പോൾ അതുകൊണ്ട് ചെയ്തത് ഒരു ചെറിയൊരു കുറ്റമാണെങ്കിൽ കൂടി ഒരു വലിയൊരു ഹാനി തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റം ചെയ്യുന്ന സാഹചര്യത്തിൽ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ഇവിടെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലോറിക്കാരന് ശിക്ഷ കിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് ക്ലിയർ ആയി വിശ്വസിക്കുകയാണ്. അപ്പോൾ 81 നമ്മൾ ഇവിടെ എങ്ങനെ കണക്ഷൻ കൊടുക്കുന്നുള്ളത് നോക്കാം. മറ്റൊരു വലിയ ഹാനി തടയുന്നതിന് വേണ്ടി മറ്റൊരു വലിയ ഹാനി തടയുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഉള്ള 81 ഉണ്ടല്ലോ, അതിലൊന്നുണ്ടല്ലോ, നമുക്ക് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് സെക്ഷൻ 82 നോക്കാം. സെക്ഷൻ 82 വളരെ സിമ്പിളാണ്. അതായത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് കുറ്റകരമല്ല എന്നുള്ളതാണ് സെക്ഷൻ 82 പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സെക്ഷൻ 82 പറയണതിൻ്റെ ഒപ്പം തന്നെ സെക്ഷൻ 83 കൂടെ ഞാൻ പറയാം. എന്നിട്ട് രണ്ടും കൂടെ നമ്മൾ എങ്ങനെ ഓർക്കും എന്നുള്ളത് നോക്കാം കേട്ടോ. സെക്ഷൻ 83 എന്താ പറയുന്നത്? അതായത് 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും പ്രായമുള്ളതും കൃത്യം ചെയ്യുന്ന അവസരത്തിൽ തൻ്റെ നടപടിയുടെ സ്വഭാവവും അനന്തരഫലങ്ങളും നിർണ്ണയിക്കുവാൻ ധാരണശക്തിക്ക് വേണ്ടത്ര പക്വത വന്നിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 12 വയസ്സിന് താഴെയുള്ള കുട്ടി എന്ത് ചെയ്താലും കുറ്റകരമല്ല എന്നുള്ളതാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് 82 സെക്ഷൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, നമുക്ക് നേരിട്ട് 83 സെക്ഷൻ മതിയായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കൃത്യം ചെയ്യുന്ന അവസരത്തിൽ തൻ്റെ നടപടിയുടെ സ്വഭാവവും അതിൻ്റെ കോൺസിക്വൻസും കാര്യങ്ങളും ഒന്നും ധാരണാശക്തിക്ക് വേണ്ടത്ര പക്വത വന്നിട്ടില്ലാത്തതുമായിട്ടുള്ളൊരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കുട്ടി ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് ആ കുട്ടിക്ക് ധാരണയുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പക്വതയൊക്കെ ആ കുട്ടിക്ക് ഉണ്ടോ എന്ന് കോടതി ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രമേ കുട്ടിയെ കുറ്റവിമുക്തനാക്കുള്ളൂ എന്നുള്ളതാണ് സെക്ഷൻ 83 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ? സെക്ഷൻ 82 സെക്ഷൻ 83. അപ്പോൾ സെക്ഷൻ 82 7 വയസ്സിന് താഴെയുള്ള കുട്ടി എന്ത് ചെയ്താലും കുറ്റകരമല്ല. സെക്ഷൻ 83 പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല. 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു ക്ലോസും കൂടെ പറയുന്നുണ്ട്. എന്താണ്? കൃത്യം ചെയ്യുന്ന അവസരത്തിൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചും എല്ലാത്തിനെയും കുറിച്ചൊരു പക്വത വന്നിട്ടുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കും ആ കുട്ടി കുറ്റവിമുക്തനാകുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 83 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 82 എന്ന് പറഞ്ഞാൽ 7 വയസ്സിന് താഴെ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. 83 എന്ന് പറയുമ്പോൾ പറഞ്ഞ കൂടെ കൂടുതലല്ലേ. അപ്പോൾ 7 വയസ്സിന് മുകളിൽ കേട്ടോ, 7 വയസ്സിനും അതുപോലെ തന്നെ 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ കാര്യമാണെന്നുള്ളത് നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. അടുത്ത് നമുക്ക് സെക്ഷൻ 84 നോക്കാം കേട്ടോ. അതിനകത്ത് പറയുന്നത് ഒരു കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് ചിത്തഭ്രമം കാരണം ആ കൃത്യത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായിരിക്കില്ല എന്നുള്ളതാണ് സെക്ഷൻ 84 പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ചിത്തഭ്രമമുള്ള ഒരാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ആ കൃത്യത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ കോൺസിക്വൻസും കാര്യങ്ങളൊന്നും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ ശിക്ഷിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് സെക്ഷൻ 84 പറയുന്നത് കേട്ടോ. അപ്പോൾ ചിത്തഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ? മെൻ്റൽ ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്തഭ്രമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്ത സെക്ഷൻ നോക്കാം, 85-ാമത്തെയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ സമ്മതമില്ലാതെയോ ബലം പ്രയോഗിച്ചോ നൽകുന്ന ലഹരി വസ്തുവിൻ്റെ ഉപയോഗം കാരണം ചെയ്യുന്ന പ്രവൃത്തി നിയമവിരുദ്ധമാണെങ്കിലും കുറ്റമായിട്ടത് പരിഗണിക്കുന്നതല്ല എന്നുള്ളതാണ് സെക്ഷൻ 85 പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരാളെ ബലം പ്രയോഗിച്ച് ഇപ്പം ഒരു മയക്കമരുന്നൊക്കെ കുത്തിവെച്ചു എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിയമവിരുദ്ധമാണെങ്കിൽ കൂടി അയാളെ കുറ്റക്കാരനായിട്ട് പരിഗണിക്കുന്നതല്ല എന്നുള്ളതാണ് സെക്ഷൻ 85 പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആലോചിക്കാം എന്നുള്ളത് നോക്കാം. അതായത് ബലം പ്രയോഗിച്ചിട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബലം പ്രയോഗിക്കുന്നത് നമ്മുടെ കൈ വെച്ചിട്ടാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം. കയ്യിൽ എത്ര വിരലുണ്ട്? 5 വിരലുണ്ട് അല്ലേ? അപ്പോൾ 5 വിരൽ ഉപയോഗിച്ചിട്ടാണ് ബലം പ്രയോഗിച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. 84 കിട്ടി, പകുതി എന്നുള്ള രീതിയിലും കിട്ടി 85. നമ്മുടെ 5 വിരൽ ഉപയോഗിച്ചിട്ട് ബലം പ്രയോഗിച്ചെന്നുള്ള രീതിയിൽ നമുക്കതും കണക്ട് ചെയ്യാൻ പറ്റും. മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാത്തതും ഒരാളുടെ ഗുണത്തിനായിട്ട് സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യം ഒരു കുറ്റമാകുന്നില്ല എന്നുള്ളതാണ് സെക്ഷൻ 88 പറയുന്നത്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു സർജൻ ആണെന്ന് വിചാരിക്കാം. ഒരു സർജൻ ഒരു രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിൽ നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കും. പക്ഷെ ആ രോഗി മരിച്ചു പോയി എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മുടെ സർജൻ അവിടെ കുറ്റക്കാരനായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. കാരണം നല്ല ഉദ്ദേശത്തോടെയാണ് അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ രോഗിയുടെ സമ്മതം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ കാരണവശാൽ രോഗി മരിച്ചു പോയി കഴിഞ്ഞാൽ കൂടി സർജൻ അവിടെ കുറ്റക്കാരനാവുന്നില്ല എന്നുള്ളതാണ് സെക്ഷൻ 88 പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്? ഈ ഒരു കേസിൽ നമ്മുടെ സർജൻ കുറ്റക്കാരനല്ലെങ്കിൽ കൂടി ഈ രോഗിയുടെ അടുത്ത ബന്ധുക്കളൊക്കെ മിക്കവാറും വന്ന് സർജന് നല്ല പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഒരു 8ന്റെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ. അപ്പോൾ ഇവിടെ 2 8 ഉണ്ട് കേട്ടോ. അപ്പോൾ സർജന് ഒരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞല്ലേ? മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാത്തതും ഒരാളുടെ ഗുണത്തിനായിട്ട് സമ്മതത്തോടെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യം ഒരു കുറ്റകരമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സെക്ഷൻ 88. ഇതേപോലെ തന്നെയാണ് സെക്ഷൻ 89 പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പം സെക്ഷൻ 88 നമ്മൾ എന്താ പറഞ്ഞത്? ഒരു രോഗിയുടെ സമ്മതത്തോടെ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. സെക്ഷൻ 89 പറയുന്നത് 12 വയസ്സിൽ താഴെയോ അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ച ഒരാളുടെയോ, ഈ ഒരു കേസാണ് പറയുന്നത് കേട്ടോ. 12 വയസ്സിന് താഴെ അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചുള്ള ഒരാളുടെ അവർക്ക് സ്വന്തമായിട്ട് സമ്മതം കൊടുക്കാനുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടു കൂടി, പിന്നെ ബാക്കിയൊക്കെ നമ്മൾ 88 പറഞ്ഞ പോലെ തന്നെ മരണം സംഭവിക്കുമെന്ന ഉദ്ദേശമില്ലാതെ ഗുണത്തിനായിട്ട് ചെയ്യുന്ന പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് ഹാനികരമായിട്ട് സംഭവിച്ചാലും കുറ്റമാകുന്നതല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ 88ഉം 89ഉം ഏതാണ്ട് സെയിം ആണ്. പക്ഷെ 89 എന്താ പറയുന്നത്? രോഗിയുടെ സമ്മതത്തോടെ അല്ല ചെയ്യുന്നത്, പക്ഷെ രോഗിയുടെ രക്ഷകർത്താവിന്റെ സമ്മതത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് 80s പറയാനുള്ളത്. അപ്പോൾ സെക്ഷൻ 81 എന്തായിരുന്നു? ഒന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്തിരുന്നു മറ്റൊരു വലിയ ഹാനി തടയുന്നതിന് വേണ്ടി ചെയ്യുന്ന ആ ഒരു കേസ് കേട്ടോ. സെക്ഷൻ 82 എങ്ങനെയായിരുന്നു? 82ഉം 83ഉം ഒരുമിച്ച് പഠിക്കുക. 82 എന്ന് പറയുമ്പോൾ 7 വയസ്സിന് താഴെയുള്ള കുട്ടി എന്ത് ചെയ്താലും അത് കുറ്റകരമല്ല. 83 ആണെങ്കിൽ 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടി പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏതായിരുന്നു നമുക്ക് പഠിക്കേണ്ടായിരുന്നു? സെക്ഷൻ 84 ആയിരുന്നു. അപ്പോൾ 8ന്റെ പകുതിയാണ് 4. അപ്പോൾ ചിത്തഭ്രമം വരുന്ന കേസാണെന്ന് ആലോചിക്കാം. 85 എന്ന് പറഞ്ഞാൽ 5 വിരലുണ്ട്. അപ്പോൾ അവിടെ ബലം ഉപയോഗിച്ചിട്ട് അത് ചെയ്യുന്ന ഒരു കേസായിരുന്നു. പിന്നെ 88ഉം 89ഉം നമുക്കറിയാലോ. 88 നമ്മുടെ സർജന് 8ന്റെ പണി കിട്ടി എന്നുള്ള രീതിയിൽ ആലോചിക്കുക. 89 അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.